വരട്ടെ. ഹലോ ചങ്ങായിമാരെ, നമുക്കിന്ന് മലബാർ സ്റ്റൈലിൽ ഒരു ചെമ്മീൻ കറി വെച്ചാലോ? അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഈ കാണുന്നതെല്ലാം. ഞാനിവിടെ ഒരു 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. 1/2 കിലോ ചെമ്മീൻ നന്നാക്കി വെച്ചിട്ടുള്ളതാണിത്. വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ടിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ ഒരു മുഴുവൻ മാങ്ങ, പിന്നെ കുറച്ച് മുരിങ്ങക്കായ, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ വേണം. കൂടാതെ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. ഇത്രയും സാധനങ്ങൾ നമ്മളൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് ആദ്യം തന്നെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനാദ്യം തന്നെ നമുക്ക് നന്നാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ചട്ടിയിലേക്ക് ഇടാം. അതിന് ശേഷം ഒരു മുഴുവൻ മാങ്ങയാണ്, പച്ചമാങ്ങയാണ്. ആ പച്ചമാങ്ങേനെ ഇതിലോട്ട് ഇടാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ചെമ്മീനോളം തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. മുരിങ്ങക്കായ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു 3 മുരിങ്ങക്കായ ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, നമ്മുടെ കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പിലയും അതിലേക്ക് ചേർക്കുക. പിന്നീട് ഒരു 2.5 ടീസ്പൂണോളം മുളക് പൊടിയും 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും നമ്മളിതിലേക്ക് തന്നെ മിക്സ് ചെയ്യണം. ഇപ്പം തന്നെ ചൂടാക്കുകയൊന്നും വേണ്ട, അതങ്ങനെ തന്നെ പച്ചയ്ക്ക് നമ്മളിതിൻ്റെ അകത്തേക്ക് ചേർക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ ഞാനിതിൽ ഉപയോഗിക്കുന്നത് കല്ലുപ്പാണ്. അപ്പോൾ കല്ലുപ്പ് നമ്മുടെ ഓരോ ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്, ഉപ്പിന് ആവശ്യത്തിനനുസരിച്ചിട്ട് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇത്രയും ചേരുവകൾ നന്നായിട്ട് എല്ലാത്തിനും പിടിക്കുന്ന വിധത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ആവശ്യത്തിനുള്ള, നമ്മൾ ഈ ഇത്രയും സാധനങ്ങൾ മുങ്ങി നിൽക്കുന്ന വിധത്തിലാണ് നമ്മളിപ്പോൾ ഇതിൻ്റെത്തേക്ക് വെള്ളം എടുക്കുന്നത്. ഈ ചെമ്മീനും മുരിങ്ങക്കയും ഒക്കെ വെന്ത് വരണം. അതിനുള്ള വെള്ളം, അതൊന്ന് മുങ്ങി നിൽക്കുന്ന വിധത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത്രയും വെള്ളമാണ് ഇപ്പോൾ ഞാനിതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നത്. എന്നതിന് ശേഷം നമ്മൾ സ്റ്റവ് ഓൺ ചെയ്ത് ചട്ടി വെച്ച് അത് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അത് ചെമ്മീൻ വേവുന്ന ആ ഒരു സമയത്തും കൊണ്ട് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. നമ്മളിത് തേങ്ങ അരച്ചാണ് നമ്മളിത് കറി വയ്ക്കുന്നത്. അപ്പം ഇത് ആദ്യം തന്നെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. എന്നതിന് ശേഷം ഇടയ്ക്കൊക്കെ വന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇത് ഞങ്ങളുടെ ജിങ്കുറുമോനാണ് കേട്ടോ. ജിങ്കുറുമോനെ, വീഡിയോയിൽ നീയും വന്നടാ. ഇതിപ്പം തിളച്ചതിന് ശേഷം ഞാനൊന്ന് ഇളക്കി വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ തിള വന്നു, അപ്പം ഞാനതെല്ലാം ഇളക്കി വെച്ചു. അതിന് ശേഷം ചെമ്മീൻ നന്നായി വെന്ത് മുരിങ്ങക്കായും വെന്തെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർക്കണം. അരപ്പ് എന്ന് പറയുന്നത് ഞാനൊരു ചെറിയൊരു തേങ്ങയും ഒരു 2 ചെറിയ ഉള്ളിയും അത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തേക്കുന്നതാണ്. അത് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളവും ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിന് പാകത്തിന് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർക്കാം. ഇതിൽ ഒരുപാട് വെള്ളം എടുത്ത് നമ്മൾ ചേർക്കേണ്ട. അതൊരു കുറുകിയിരിക്കുന്ന ആ ഒരു ചാറോട് കൂടി ആ പരുവത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്കിതിനെ തിളപ്പിക്കാം. തിളപ്പിക്കുക എന്ന് വെച്ചാൽ ഒത്തിരി തിള വരാൻ പാടില്ല. ഞാനിപ്പോൾ കാണിക്കാം. ആ ഒരു പരുവത്തിൽ ഇതിൽ തിള വരുന്ന വരെ നമുക്ക് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാം.
പിന്നെ ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പില എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ ഒരു പരുവത്തിൽ തിള വരുന്നവരെ നമ്മൾ ഒത്തിരി അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് തിളച്ചിതാ മറിയേണ്ട. ആ ഒരു പരുവത്തിൽ തിള വരുമ്പോൾ നമുക്കതെടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ നല്ല ചൂട് ചട്ടിയാണ്, അതിൽ നിന്നിട്ട് തന്നെ കുറച്ച് നേരം കൂടി അത് ആ ചൂടിൽ കിടക്കും. എന്നിട്ട് നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിക്കുകയാണ്. ഉലുവയുടെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കടുകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മൂത്തതിന് ശേഷം ഈ വറവ് നമുക്ക് കറിയിലേക്ക് മിക്സ് ചെയ്യാം, ഒഴിക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി പേർക്ക് നമുക്കിത് ഉപയോഗിക്കാനും പറ്റും. നമുക്ക് എത്ര വേണമെങ്കിലും ഗ്രേവി ആക്കി എടുക്കാം ഈ കറീനെ. കുറച്ച് ചെമ്മീനാണെങ്കിൽ പോലും നമുക്ക് നന്നായിട്ട് ഗ്രേവി ആക്കി എടുക്കാൻ പറ്റും. ഒരുപാട് പേർക്ക് കഴിക്കാനും പറ്റുന്നൊരു കറിയാണിത്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റാണിത്. ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് ഇത് മാത്രം മതിയാവും. അത്രയും നല്ല ടേസ്റ്റി കറിയാണ്. മലബാറുകാരുടെ ഒരു പ്രധാനപ്പെട്ട കറി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണേ.